ആദർശം നയന നല്ല സ്നേഹത്തിലാവുന്നുണ്ട് കേട്ടോ. ജലജ പോയിട്ട് ദേവേനോട് പറയാണ്, എത്രയും പെട്ടെന്ന് നിനക്കൊരു അമ്മൂമ്മയാകാമല്ലോ എന്ന് പറയുമ്പം നീ എന്താ ജലജയെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അല്ല, നിന്റെ മോനും മരുമകളും ഇപ്പൊ ഭയങ്കര സ്നേഹത്തിലാണല്ലോ, അതുകൊണ്ട് താമസിയാതെ തന്നെ അവൾ വിശേഷം അറിയിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്കൊരു അമ്മൂമ്മയാകാമല്ലോ. ഇതാ ഞാനോടെ തന്നെ അമ്മൂമ്മയാകും, നിനക്ക് പുറകെ ആകാമെന്ന് പറയുന്നുണ്ട്. ദേവ്യാനി പറയാണ്, ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എൻ്റെ മോൻ ഒരിക്കലും അവളെ ഇഷ്ടപ്പെടുത്തുമില്ല. ഇപ്പൊ അവൻ കാണിക്കുന്നതൊക്കെ മുത്തശ്ശനായിട്ടുള്ള അഭിനയം മാത്രമാ. അത് അവൻ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അവൻ അവളെ ഇഷ്ടമില്ല. അവൻ കാണിക്കുന്നത് മുഴുവനും മുത്തശ്ശനെ കാണിക്കാനുള്ള അഭിനയമാണെന്ന്. ഇപ്പോൾ അവൻ കാണിക്കുന്നത് അത് തന്നെയാ. മുത്തശ്ശനെ മുമ്പ് വെച്ചുള്ള സ്നേഹിക്കുന്നവരെ കാണിച്ചാൽ മാത്രമല്ലേ മുത്തശ്ശനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം മുത്തശ്ശിക്കും നയന എന്ന് പറഞ്ഞാൽ ജീവനാണല്ലോ. അതുകൊണ്ടാണ് അവനിപ്പോൾ ഇങ്ങനെ അഭിനയിക്കുന്നെന്ന് പറയുന്നുണ്ട്. ജലജ പറയാണ്, അവന്റെ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് എനിക്ക് അഭിനയായിട്ടൊന്നും തോന്നുന്നില്ല. അവൻ ശരിക്കും നയനെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നേ എന്ന് പറയാണ്. അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാണ്. അവൻ ഇപ്പൊ എന്തായാലും അവളെ ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ട്. ആർക്കറിയാം, അന്നൊക്കെ എന്താ പറഞ്ഞേ, അവൾ താഴെയായി കിടക്കുന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ ചെന്ന് നോക്ക്, രണ്ടുപേരും ഒരേ കടലിൽ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഞാൻ വേറെ ഒന്നും പറയണ്ടല്ലോ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ദേവേനെ പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, ഞാൻ അതിനെ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ അമ്മയുടെ സമ്മതം ആരെങ്കിലും ചോദിക്കുവോ? അവന്റെ ഭാര്യയല്ലേ അവള്. 1 വർഷം അവരെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അവർ തമ്മിൽ അങ്ങനത്തെ റിലേഷൻ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാല് ആരെങ്കിലും വിശ്വസിക്കുക എന്ന് ചോദിക്കാണ് കേട്ടോ ജലജ. ദേവേനി പറയാണ്, ജലജ, നിന്റെ മകനെ പോലല്ല എൻ്റെ മകന് എനിക്കറിയാം. അവൻ എന്നെ വിശ്വാസം തന്നെ കാണിക്കില്ല. അവൻ നയനെ സ്നേഹിക്കില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ അർത്ഥം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കാണാം എന്ന് തന്നെ പറയാൻ കേട്ടോ. അങ്ങനെ രാവിലെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നയന, അപ്പോഴേക്കും നയനയ്ക്ക് പറ്റുന്ന വൊമിറ്റിങ് വരുന്നുണ്ട്. നയനെ പോയി വൊമിറ്റ് ചെയ്യുമ്പോഴേക്കും മുത്തശ്ശിയും ജലജയൊക്കെ ഓടിച്ചില്ലുന്നുണ്ട് എന്താണെന്ന് അറിയാനായിട്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, ഓ ഈശ്വരൻ തുണച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. ശരിക്കും നയനയ്ക്ക് ഗ്യാസ് എങ്ങാണ്ട് കേട്ടുള്ള വൊമിറ്റിംഗ് ആയിരുന്നു കേട്ടോ. നയന അയ്യോ മുത്തശ്ശി എന്ന് പറയുമ്പോഴേക്കും മനസ്സിലായി, മുത്തശ്ശന് പറഞ്ഞ വാക്ക് നിങ്ങൾ പാലിച്ചല്ലോ, എനിക്ക് സമാധാനമായി. നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണണം എന്നുള്ള മുത്തശ്ശൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. നവ്യയുടെ കുഞ്ഞ് വരുന്നതിൻ്റെ പുറകെ തന്നെ ഇവിടെ നയനയുടെയും കുഞ്ഞ് വരും. ഈ വീട് കുഞ്ഞുങ്ങളെ കൊണ്ട് നിറയും. ഈശ്വര, എത്രയും പെട്ടെന്ന് സംഭവിച്ചാലും മതിയായിരുന്നു എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഏട്ടത്തി, എൻ്റെ നാക്ക് പൊന്നായില്ലേ? ഞാൻ കുറച്ച് മുമ്പ് ഞങ്ങൾക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ ഏട്ടത്തിയോട്. ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം എല്ലാം സക്സസ് ആയില്ലേ എന്ന് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് മുത്തശ്ശിയാണല്ലോ തയ്യാറെടുപ്പൊക്കെ എടുത്തോന്നൊക്കെ ജലജ ദേവിയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന മുത്തശ്ശിയോട് പറഞ്ഞെന്നുണ്ട് ഞാൻ ഗർഭിണിയല്ലെന്ന്. പക്ഷെ മുത്തശ്ശി അങ്ങനെ സന്തോഷിക്കുന്ന കണ്ടിട്ട് നയനയ്ക്കൊന്നും പറയാനും പറ്റുന്നില്ല കേട്ടോ. എനിക്ക് സന്തോഷമായെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനോടും പറയുന്നുണ്ട്. ആണോ നയന മോളെ, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനെ അനുഗ്രഹിക്കുന്നൊക്കെയുണ്ട്. അപ്പോഴേക്കും വന്നിട്ട് ആണോടി എന്നൊക്കെ ചോദിച്ച് സന്തോഷത്തിൽ നയനനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ കണ്ടില്ലേ എടുത്ത് എല്ലാവരുടെ സ്നേഹപ്രകടനം, എന്ത് സ്നേഹം എല്ലാവർക്കും. നയന ഗർഭിണിയാണെന്ന് ഇനി ആദർശോട് അറിയുമ്പോൾ നയനനെ ഇവിടെ എടുത്ത് വട്ടം കറക്കും. സിനിമ സ്റ്റൈലിൽ എടുത്തി കാണാൻ റെഡി ആയിട്ട് നിന്നോളാൻ പറയുന്നുണ്ട്. നീ എന്തൊക്കെ പറഞ്ഞില്ല എൻ്റെ മനസ്സിനിളക്കാൻ പറ്റത്തില്ല ജലജെ. അവൾ എന്തായാലും അവൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, അതെനിക്ക് ഉറപ്പാ എന്ന് പറയുന്നുണ്ട്. നീ വെറുതെ എന്നെ അങ്ങോട്ട് ടെൻഷൻ അടിപ്പിക്കാമെന്ന് കരുതണ്ടെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ജലജൻ ദേവിനെ മാർപ്പിന് സംസാരിക്കുകയാണ്. നീ കണ്ടോ, അവൾക്ക് ഒരിക്കലും കുട്ടികളുണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയുന്നുണ്ട്. എന്താ ചേച്ചി പറയുന്നേ? കണ്ടില്ലേ അവൾ വൊമിറ്റിങ് ചെയ്തത്? അപ്പം തന്നെ എല്ലാവരും അവൾ പ്രഗ്നന്റ് എന്ന് പറഞ്ഞപ്പം അവൾ എന്തെങ്കിലും അർത്ഥം മിണ്ടിയോ? കാരണം അവൾക്ക് അങ്ങനെ റിലേഷൻ ഉണ്ടെന്നല്ലേ അർത്ഥം. അവരങ്ങനെ ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്കൊരു ചെറിയ സംശയം തോന്നില്ലേ? അതുകൊണ്ടല്ലേ അവർ തമ്മിൽ അങ്ങനെ ബന്ധമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവൾ അപ്പോൾ തന്നെ പറയില്ലേ അങ്ങനെയൊന്നും ഇല്ലാന്ന്. ഇപ്പം എങ്ങനെയുണ്ട് ഏട്ടത്തിന് ചോദിക്കാണ്. എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. ദേവിയോട് ചോദിക്കാണ് ജലജ. അല്ല, ഒരു പക്ഷെ ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിലോ? നയന ഗർഭിണിയാണെന്ന് കരുതിക്കോ, അവൾക്ക് കുട്ടി ഉണ്ടായാല് നിങ്ങൾ സ്വീകരിക്കില്ലേ? ആദർശിന്റെ കുഞ്ഞല്ലേ അത്. അപ്പോഴേക്കും ദേവനി പറയാണ്, ഇല്ല, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഒന്നുകിൽ അവളുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഞാൻ ആ കുഞ്ഞിനെ കൊല്ലും, അതല്ലാന്നുണ്ടെങ്കിൽ അവൾ പ്രസവിച്ചുടനെ ഞാൻ അതിനെ കഴുത്തിരിച്ച് കൊല്ലും എന്നൊക്കെ ഇങ്ങനെ വളരെ വൾഗറായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പെട്ടെന്നായിരിക്കും ദേവയാനി എന്നും പറഞ്ഞ് മുത്തശ്ശിയുടെ ഒരു വിളി വരുന്ന കേട്ടോ. ദേവയാനി ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ മുത്തശ്ശിനും പുറകിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് ദേവയാനി അങ്ങ് ഞെട്ടിപ്പോവാണ്. പെട്ടെന്നൊരു ഫ്ലോയ്ക്ക് ശരിക്കും ദേവയാനി പറഞ്ഞു പോയതാട്ടോ. ദേവയുടെ മനസ്സിൽ അങ്ങനൊന്നും ഇല്ല, പെട്ടെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണേ. നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിട്ട് ദേവേൻ്റെ കർണക്കൂട്ട് നോക്കി ഒറ്റ ഒരെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമായിട്ടാണ് ദേവേനിക്ക് അങ്ങനെ ഒരു അനുഭവം. ദേവേനി ആകെപ്പാടെ ചൂട് നിൽക്കുകയാണ്. അപ്പോഴേക്കും വന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീയൊക്കെ ഒരു അമ്മയാണോ? നീയൊക്കെ ഒരു സ്ത്രീയാണോ? നിന്റെ മരുമകൾ ഗർഭിണിയായാൽ നീയല്ലേ സന്തോഷിക്കേണ്ട? നീയല്ലേ? നിന്റെ മകന്റെ കുഞ്ഞ അവളുടെ വയറ്റില്. ആ കുഞ്ഞുണ്ടാകാൻ വേണ്ടി എത്രയോ അമ്മമാര് നേർച്ചയും കാഴ്ചയായിട്ട് നടക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ കൈവെള്ളയിൽ കോരിടത്തിൽ ഉമ്മ കൊടുക്കാൻ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും അമ്മമാർ ഈ ലോകത്തുണ്ടോ?
അങ്ങനെയുള്ള അമ്മമാരൊക്കെ മൃഗങ്ങളാ, രാക്ഷസികള്. നീ ഒരു രാക്ഷസിയാ, എൻ്റെ കൺമുമ്പിൽ കാണണ്ട, ഇറങ്ങിപ്പോയി ഇവിടുന്ന് എന്നും പറഞ്ഞ് മുത്തശ്ശി അലറി വിളിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അമ്മയും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ലെന്ന് പറയുമ്പോൾ വേണ്ട, മിണ്ടിപ്പോവരുത്, ഇറങ്ങിപ്പോടി ഇവിടുന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ്. മുത്തശ്ശൻ പറയാണ്, അവള് പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല. അവളുടെ ദേഷ്യവും അവളുടെ സങ്കടം ഇപ്പോൾ പുറത്ത് കാണിച്ചത് അത് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. നിന്റെ മുഖം കാണുന്നത് പോലും ഇപ്പോൾ ഒരു രാക്ഷസിയുടെ മുഖത്തേക്ക് നോക്കുന്ന പോലെ എനിക്ക്. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ ഇല്ലാതാക്കാൻ മനസ്സ് കാണിച്ച് നിന്നെപ്പോലുള്ളവളന്മാരൊന്നും ഇവിടെ ജീവിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് മുത്തശ്ശനെ കയറി പോകുന്നുണ്ട്. ദേവേനെ പെട്ട് നടന്ന് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ദേവേനോട് ജലജ പറയാണ്, എങ്കിലും എൻ്റെ ഏട്ടത്തി പറഞ്ഞത് ആറം പറ്റിപ്പോയല്ലോ, അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ ഏട്ടത്തി എന്ന് പറയുമ്പോൾ ജലജെ അറിയാതെ എൻ്റെ വായന വീണ് പോയതാ, സത്യമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല, പറഞ്ഞു വന്നപ്പോൾ ഒരു ഫ്ലോയിൽ അങ്ങനെ അങ്ങ് ആയിപ്പോയതാ. ഇനിയിപ്പോൾ പറഞ്ഞു പോയല്ലോ ഏട്ടത്തി, ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? കണ്ടില്ല അമ്മ അച്ഛനൊക്കെ പറഞ്ഞിട്ട് പോയത്. എൻ്റെ ഈശ്വര, ഇനിയോട് എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒന്ന് എരിവ് കയറ്റി ഇട്ടിട്ട് ജലജ അവിടുന്ന് പോകുന്നുണ്ട്. അവളവിടുന്ന് പൊട്ടിക്കരന്ന് കണ്ടുകൊണ്ട് ജാനകിയും ബാക്കിയുള്ളൊരു ജയനൊക്കെ ചോദിക്കുകയാണ്, എന്താ ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടായ, എന്തിനാ ദേവേനെ നീ കരന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനെ എഴുന്നേറ്റ് ജയനോട് പൊട്ടി കരഞ്ഞിട്ട് പറയാണ്, എനിക്കൊരു തെറ്റുപറ്റിപ്പോയി ജയേട്ട, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. എന്താ ദേവേനി, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടൊക്കെ ദേഷ്യപ്പെട്ട മുത്തശ്ശനിട്ട് പറയാണ്, കാര്യം ഞാൻ പറയാടാ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിന്റെ മരുമകൾ രാവിലെ ഛർദ്ദിച്ചു, അവൾ ഗർഭിണിയാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. ഈ സമയത്ത് നിന്റെ ഭാര്യ ജലജയോട് പറഞ്ഞെന്താണെന്ന് നിനക്കറിയാവോ? വയറ്റിൽ വെച്ച് തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ പുറത്തുനിന്നുടനെ അവൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന്. നിന്റെ ഭാര്യയുടെ വായിൽ നിന്ന് വീണ വാക്കാത്. നിന്റെ മകന്റെ കുഞ്ഞിനെ കുറിച്ച് അവൾ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലത്തെ ഒരു രാക്ഷസീനെ, നികൃഷ്ട ജീവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ഇവളുടെ മുഖം പോലും കാണണ്ട, ഇവളുടെ ഇറങ്ങിപ്പൊക്കോളം ഞാനാ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. നിനക്കെന്തെങ്കിലും അർത്ഥം പറയണം ചോദിക്കുമ്പോഴേക്കും ജയൻ പറയാണ്, ഇത്രയും വൃത്തികെട്ടവളായിരുന്നോ? നിന്നെയാണോ ഇത്രയും കാലം ഞാൻ സ്നേഹിച്ച് എൻ്റെ നെഞ്ചിൽ കൊണ്ട് നടന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ജയൻ. ജയേട്ട, അറിയാതെ എൻ്റെ വായിൽ നിന്ന് വന്നു പോയ വാക്കാത്, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ നീ എന്തിനാ ക്ഷമ ചോദിക്കുന്നത്? ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യാൻ നിന്റെ മനസ്സിനെ തോന്നിപ്പിച്ചല്ലോ, എന്നിട്ട് നീ എന്നോട് ക്ഷമ ചോദിക്കാൻ വന്നിരിക്കുകയാണോ? നീ മേലെൻ്റെ എൻ്റെ മുമ്പിൽ കണ്ടുപോയൊക്കെ നിന്നെ ഇറങ്ങിപ്പോയിക്കോ ഇവിടുന്ന് എന്ന് പറയുന്നുണ്ട്. ജയേട്ട ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയില്ലേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതെന്ന് പറയുമ്പോഴേക്കും വേണ്ട, ഇനി നിന്റെ ഒരു വാക്കും എനിക്ക് കേൾക്കണ്ട, മര്യാദയ്ക്ക് ഈ വീടോട്ട് ഇറങ്ങിപ്പോ, നിനക്കിവിടെ നിൽക്കാൻ ഒരു അവകാശവും ഇല്ലെന്ന് പറയുന്നുണ്ട്. ജയേട്ട പ്ലീസ് അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് ഇവിടെ വിട്ടാൽ നിങ്ങളെ വിട്ടാൽ വേറെ ആരാ ഉള്ളേ? എൻ്റെ അമ്മയും അച്ഛനല്ല ഇവരല്ലേ, എൻ്റെ ജേട്ടനല്ലേ എനിക്കെല്ലാം, എൻ്റെ മകനല്ലേ എനിക്കെല്ലാം, അവരെ വിട്ടപ്പോൾ എനിക്ക് ആരാ ഉള്ളത്? എങ്കിലും നിന്നെപ്പോലുള്ളവരത്തിന് ഇവിടെ ജീവിച്ചാൽ നവ്യയ്ക്കും നയനയ്ക്കും അവർ വയലിൽ വളർന്ന കുഞ്ഞിനും എല്ലാം ദോഷം, അതുകൊണ്ട് നീ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം എന്ന് ജയൻ പറയുന്നുണ്ട്. ജയേട്ട എന്ന് വിളിച്ച് കരയുമ്പോഴേക്കും ഇറങ്ങിപ്പോടിനെ മുമ്പിൽ എന്ന് പറഞ്ഞ് ജയൻ ദേഷ്യപ്പെട്ട് ആരെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ജയൻ ദേവേനെ തള്ളിവിടുമ്പം ആദർശ് അങ്ങോട്ടേക്ക് കയറി വരുമായിരിക്കും. ആദർശിന്റെ കൈകളിലേക്കായിരിക്കും ദേവേനി പോയി വീഴുന്നത്. എന്താ ആശ ഈ കാണിക്കുന്നത്? എൻ്റെ അച്ഛനെ ഇറക്കി വിടാൻ പോവാണോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. നിന്റെ അമ്മ എന്താ ചെയ്യുന്നത് നിനക്കറിയാവോ എന്ന് ദേഷ്യപ്പെട്ട് ജയൻ ചോദിക്കാണ് കേട്ടോ. അതിന്റെ ബാക്കി സ്റ്റോറി നമ്മൾ അടുത്തിടയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ്സായിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.